To BSc Complementary Physics, Semester 4, 43rd lecture, Electronics, Transistor Biasing, Semester 4, 43rd lecture for BSc Complementary Physics. So, we can see what is transistor biasing, or what is the need for transistor biasing. The question may be like this: what is transistor biasing, or what is the need for transistor biasing? എന്തിനാണ് ട്രാൻസിസ്റ്റർ ബയസ് ചെയ്യുന്നത്? നമുക്കറിയാം എല്ലാ ഇലക്ട്രോണിക് സർക്യൂട്ടും ബയസ് ചെയ്യണം. നമ്മൾ പിന്നെ ഡയോഡിനകത്ത് ഫോർവേഡ് ബയസ് റിവേഴ്സ് ബയസ് പഠിച്ചതാണ്. അവിടെ ഒരു ബാറ്ററി ഫിറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ബയസിംഗ് എന്ന് പറയുന്നത്. ഇവിടെ അത് തന്നെ, ഒരു ബാറ്ററി കൊടുത്ത് ഇതിനെ കണ്ടക്റ്റിംഗ് ആക്കുക, ആക്റ്റീവ് ആക്കുക, അതിനാണ് ബയസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നീഡ് ഫോർ ബയസ്? ട്രാൻസിസ്റ്റർ ബയസിംഗ്, വാട്ട് ഇസ് ദ നീഡ് ഫോർ ഇറ്റ്? അത് നമ്മുടെ ഒരു പതിവ് ചോദ്യമാണ്. ട്രാൻസിസ്റ്ററിനെ ബയസ് ചെയ്യുന്നത്. You see, biasing is the process of maintaining proper zero signal collector current and proper collector emitter voltage of a transistor. നമുക്കറിയാം ട്രാൻസിസ്റ്ററിന് ഒരു ക്യൂ പോയിൻ്റ് ഉണ്ട്. ക്യൂ പോയിൻ്റ് നമ്മൾ എഴുതുന്നത് BCQ ICQ എന്നാണ്. അപ്പോൾ ഇത് ഈ ഡി സിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു പോയിൻ്റാണ്, ഓപ്പറേറ്റിംഗ് പോയിൻ്റാണ്. നമ്മുടെ ഡി സി ലോഡ് ലൈനിലെ ഒരു പോയിൻ്റാണ്. അത് നമ്മൾ VC/IC എന്ന് പറയുന്നത്. ഈ വാല്യൂ വേണം, ഈ വാല്യൂ ഇരിക്കുകയാണ് നമ്മൾ AC കൊടുത്തിട്ട് അതിന് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യാൻ AC കൊടുക്കാത്തപ്പോൾ തന്നെ ഒരു DC VCE/ICQ വാല്യൂ വേണം, VCQ/ICQ വാല്യൂ വേണം, അല്ലെങ്കിൽ ക്യൂ പോയിൻ്റ് വാല്യൂ വേണം. ഈ ക്യൂ പോയിൻ്റ് വാല്യൂസിനെ വിളിക്കുന്ന പേരാണ് പ്രോപ്പർ സീറോ സിഗ്നൽ കളക്ടർ കറണ്ട് ആൻഡ് പ്രോപ്പർ കളക്ടർ എമിറ്റർ വോൾട്ടേജ്. സിഗ്നൽ കൊടുക്കാത്തപ്പോൾ, AC കൊടുക്കാത്തപ്പോൾ അതിനകത്തൊരു കളക്ടർ കറണ്ടും ഒരു കളക്ടർ എമിറ്റർ വോൾട്ടേജും ഉണ്ട്, ഒരു IC ഉണ്ട്, ഒരു VC ഉണ്ട്. അവയെ നമ്മൾ സീറോ സിഗ്നൽ കളക്ടർ കറണ്ടെന്നും അതുപോലെ കളക്ടർ എമിറ്റർ വോൾട്ടേജ് എന്നും പറയും. ഇത് അത്യാവശ്യമാണ്, ഇത് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതുണ്ടെങ്കിൽ മാത്രമേ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുകയുള്ളൂ. ദ സർക്യൂട്ട് യൂസ്ഡ് ഫോർ ദിസ് ഈസ് കോൾഡ് ബയസിംഗ് സർക്യൂട്ട്. അപ്പോൾ ട്രാൻസിസ്റ്ററിൽ ഇങ്ങനെ ക്യൂ പോയിൻ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ഒരു പ്രത്യേക സർക്യൂട്ട് വെച്ചിട്ടാണ് ബാറ്ററി കണക്ട് ചെയ്യുക. അത്തരം സർക്യൂട്ടുകളെ വിളിക്കുന്ന പേര് ബയസിംഗ് സർക്യൂട്ട്. ഇല്ലെങ്കിൽ ബയസിംഗ് നടത്തിയില്ല എങ്കിൽ എന്ത് സംഭവിക്കും നോക്കുക. അതാണ് നീഡ് ഫോർ ബയസിംഗ് എന്ന് പറയുന്നത്. നീഡ് ഫോർ ബയസിംഗ്, ബയസിങ്ങിൻ്റെ ആവശ്യം എന്താണ്? If proper biasing is not done, there will be unfaithful amplification. That is, the signal will be distorted. അതായത് നമ്മൾ ബയസിങ് പ്രോപ്പറായിട്ട് നടത്തിയില്ല എങ്കിൽ അൺഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ ഉണ്ടാകും. അൺഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയ AC സിഗ്നൽ കൊടുത്താൽ നമുക്ക് വലുതാക്കി തരുന്നതാണ്. ഒരു സൈൻ വേവ് കൊടുത്താൽ ഒരു വലിയ സൈൻ വേവ് ഔട്ട്പുട്ട് തരുന്നതാണ് ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ. അത് ഡിസ്റ്റോർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന വേവ് ഫോം അല്ലാതെ മാറി വന്നാൽ, ഡിസ്റ്റോർട്ട് ചെയ്താൽ അതിനെ അൺഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയും. ട്രാൻസിസ്റ്റർ പ്രോപ്പറായിട്ട് ബയസ് ചെയ്തില്ല എങ്കിൽ അത് അൺഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ അവിടെ കാണിക്കും. അത് പാടില്ല, അതുകൊണ്ടാണ് ബയസ് ചെയ്യുന്നത്. ഫോർ സിംപ്ലിസിറ്റി ആൻഡ് എക്കോണമി, നമ്മളത് കുറച്ച് സർക്യൂട്ട് ലളിതമാകാൻ, അതുപോലെ തന്നെ അതിൻ്റെ സാമ്പത്തികം കൂടി നോക്കുമ്പോൾ, it is desirable that the transistor circuit should have a single supply VCC. അപ്പോൾ ഒറ്റ സപ്ലൈയിൽ നിന്ന് പ്രത്യേക സർക്യൂട്ട്, ബയസിംഗ് സർക്യൂട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കളക്ടർ എമിറ്റർ ബയസും അതുപോലെ എമിറ്റർ ബേസ് ബയസും ഉണ്ടാക്കുന്നത്. നമ്മൾ ട്രാൻസിസ്റ്റർ പഠിക്കുന്നത് എങ്ങനെയാണല്ലോ, എമിറ്റർ ബേസ് സർക്യൂട്ട് ഈസ് ഫോർവേഡ് ബയസ്ഡ് ആൻഡ് കളക്ടർ ബേസ് സർക്യൂട്ട് ഈസ് റിവേഴ്സ് ബയസ്ഡ്. അപ്പോൾ ഓരോ ബയസിംഗ് ബാറ്ററിയാണ്. എമിറ്റർ ബേസ് സർക്യൂട്ട് ഈസ് ഫോർവേഡ് ബയസ്ഡ് ആൻഡ് കളക്ടർ ബേസ് സർക്യൂട്ട് ഈസ് റിവേഴ്സ് ബയസ്ഡ്. അത് നമ്മൾ ട്രാൻസിസ്റ്റർ ആക്ഷനിൽ പഠിക്കുന്നതാണ്. അപ്പോൾ 2 ബയസ്റ്റാൽ 2 ബാറ്ററി. പക്ഷേ ഇതിൻ്റെ സാമ്പത്തിക ലാഭം വെച്ചിട്ട് നമ്മൾ 2 ബാറ്ററി കൊടുക്കാറില്ല, ഒറ്റ ബാറ്ററി മാത്രമേ കൊടുക്കുന്നത്. ആ ഒറ്റ ബാറ്ററി വിളിക്കുന്ന പേരാണ് VCC. അങ്ങനെ ഒറ്റ ബാറ്ററി വെച്ചിട്ട് ഈ 2 പോർഷനിലും ബയസിംഗ് ഉണ്ടാക്കാൻ നമുക്ക് പ്രത്യേക ട്രാൻസിസ്റ്റർ സർക്യൂട്ട്, ബയസിംഗ് സർക്യൂട്ട് വേണ്ടി വരും. മെത്തേഡ്സ് ഓഫ് ട്രാൻസിസ്റ്റർ ബയസിംഗ്. മെത്തേഡ്സ് ഓഫ് ട്രാൻസിസ്റ്റർ ബയസിംഗ് 3 തരം ബയസിംഗ് ആണ് ഉള്ളത്. ഒന്ന് ഫിക്സഡ് ബയസ് മെത്തേഡ്,
രണ്ടാമത്തെ ഫീഡ്ബാക്ക് റെസിസ്റ്റർ മെത്തേഡ് ബയസ് മെത്തേഡ്, മൂന്നാമത്തെ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസ് മെത്തേഡ്. അപ്പോൾ ഇത് മൂന്നും നമുക്ക് പഠിക്കാനുള്ളതാണ്, നമ്മുടെ സിലബസിൽ ഉള്ളതാണ്. ഇത് ലാസ്റ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസ്. മൂന്നും വേണമെങ്കിൽ എസ്ഐടി ചോദിക്കാം, എങ്കിലും കൂടുതൽ സാധ്യത ഉള്ളത് പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസ് ആ മെത്തേഡ് മൂന്നാമത്തേനാണ്. നമ്മളെല്ലാം പഠിക്കുകയാണ്, മൂന്നാമത്തെ കുറച്ച് പ്രാധാന്യത്തിൽ പഠിച്ചുകൊള്ളാം. അപ്പോൾ ഒന്നാമത്തേനെ നമ്മൾ ഫിക്സഡ് ബയസ് മെത്തേഡ് എന്ന് പറയും, അല്ലെങ്കിൽ ബേസ് റെസിസ്റ്റർ മെത്തേഡ് ഓഫ് ബയസിംഗ് എന്ന് പറയും. ഫസ്റ്റ് മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ഫിക്സഡ് ബയസ് മെത്തേഡ്, അതിൻ്റെ സർക്യൂട്ട് അല്ലെങ്കിൽ ബേസ് റെസിസ്റ്റർ ബയസ് മെത്തേഡ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ സർക്യൂട്ടാണ് കാണുന്നത്. സർക്യൂട്ട് അല്പം തെളിയാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ആ സപ്ലൈ സോഴ്സ് മുകളിൽ കൊടുത്തിട്ടുണ്ട്, ഒരു VCC എന്നൊരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്, VCC. പിന്നെ ട്രാൻസിസ്റ്ററാണ് വട്ടത്തിൽ വരച്ചിട്ട് നമ്മൾ കേബിൾ എഴുതിയിരിക്കുന്നത്, അറിയാമല്ലോ ട്രാൻസിസ്റ്റർ. അതിൽ കളക്ടർ C, എമിറ്റർ E, ബേസ് B എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ബേസ് Bയിലെ കറണ്ട് IB ആണ്, ആ ടെർമിനൽ കറണ്ട് IB ആണ്. അവിടെ ആ AB ഇടയ്ക്ക് ഒരു RB റെസിസ്റ്റർ ഉണ്ട്, RB റെസിസ്റ്റർ ബേസ് റെസിസ്റ്റർ. പിന്നെ പിന്നെ കളക്ടറിലേക്ക് പോകുന്നുണ്ടല്ലോ, കളക്ടറിന് മേപ്പോട്ട് ആ കളക്ടർ കറണ്ട് IC കാണിച്ചിരിക്കുകയാണ്. അവിടുത്തെ റെസിസ്റ്റൻസ് RC ആണ്, RC. സപ്ലൈ ആണ് VCC. പിന്നെ താഴെ അത് ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്, താഴെ ആ ഗ്രൗണ്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് കളക്ടർ വരെ ഉള്ള വോൾട്ടേജ് VCE, പിന്നെ കളക്ടർ കറണ്ട് IC. അപ്പോൾ ICയും VCEയും നമ്മൾ അറിയണം. ഈ മുകളിൽ ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ട് കേട്ടോ, VCC. അവിടെ എങ്ങനെ ബാറ്ററി കാണിക്കുന്ന അർത്ഥം എന്ന് അറിയാമോ? അവിടെ നിന്ന് ഒരു പോസിറ്റീവ് ബാറ്ററി, ഒരു 6 വോൾട്ട് ബാറ്ററി അല്ലെങ്കിൽ 9 വോൾട്ട് ബാറ്ററി കൊടുത്തിട്ട് അത് നെഗറ്റീവ് കൊണ്ടുവന്ന് ഗ്രൗണ്ടിൽ കണക്ട് ചെയ്തു എന്നാണ് അർത്ഥം. അത് വരച്ച് കാണിക്കുന്നത് ഇങ്ങനെ വരയ്ക്കുള്ളൂ. ഇതാണ് അതിൻ്റെ യൂഷ്വൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം VCC പ്ലസ് VCC മുകളിൽ കാണിച്ചാൽ അതിൻ്റെ മീനിങ് അവിടെ നിന്നൊരു ബാറ്ററി VCC എടുത്തിട്ട്, ഒരു 9 വോൾട്ട് ബാറ്ററി എടുത്തിട്ട് അത് നെഗറ്റീവ് കൊണ്ടുവന്നിട്ട് താഴെ ഗ്രൗണ്ടിൽ കൊടുക്കണം, എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അതോടെ വരക്കത്തില്ല, ഇത് നമ്മൾ കാണുന്നവർക്ക് അത് മനസ്സിലാകും കണ്ടു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ ഇവിടെ ഈ RCയുടെ പുറത്തൊരു വോൾട്ടേജ് കാണും, അതുപോലെ VC കാണും. VC കാരണം IC അറിയണം. IC RCയിലെ കറണ്ടാണ്, കളക്ടർ കറണ്ടാണ്. അപ്പോൾ നോക്കിയേ, ഈ ബയസിൻ്റെ മെത്തേഡ് നോക്കിയേ, എന്താണ് ഈ ബയസിൽ ചെയ്യുന്ന നോക്കിയേ. ഇൻ ദിസ് മെത്തേഡ് എ ഹൈ റെസിസ്റ്റൻസ് RB, നോക്കിയേ RB ആ ബേസിൽ റെസിസ്റ്ററാണ്. എ ഹൈ റെസിസ്റ്റൻസ് RB ഈസ് കണക്റ്റഡ് അക്രോസ് ദി പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി VCC. RB നമ്മൾ VCC കൊടുക്കുകയാണ്, VCCയിലേക്കാണ് RBയുടെ ഒരു അറ്റം പോകുന്നത്. ഇതാണ് ഈ കാണുന്നതാണ് RB, അതിൻ്റെ അറ്റം പോകുന്നത് VCC ആണ്, ഇതാണ് VCC. ആൻഡ് ദി ബേസ് ഓഫ് ദി ട്രാൻസിസ്റ്റർ, അപ്പോൾ ആ RBയുടെ ഒരറ്റം പ്ലസ് VCC പോകും, മറ്റേറ്റം ട്രാൻസിസ്റ്റർ ബേസിൽ പോകും. ഇതാണ് ബേസ്, ഈ കാണും. VCC സപ്ലൈ വോൾട്ടേജ്, അത് 9 വോൾട്ടോ അല്ലെങ്കിൽ 12 വോൾട്ടൊക്കെ വരും, DC വോൾട്ടേജ്. VBE ബേസ് എമിറ്റർ വോൾട്ടേജ് എന്ന് പറയും. VBE അത് നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് കാണുമ്പോൾ അതിന് പ്രാധാന്യമില്ല. ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ VCE IC ആണ്. ഇവിടെ VBയുടെ കാര്യം പറയണം. VBE is the base emitter voltage. By analyzing the circuit, the Q point can be found out. ആ സർക്യൂട്ട് അനലൈസ് ചെയ്താൽ നമുക്ക് Q പോയിന്റ് കിട്ടും. അപ്പോൾ അടുത്ത പോയിന്റ് ആയിട്ട് സർക്യൂട്ട് അനാലിസിസ് ആണ്, ടു ഫൈൻഡ് Q പോയിന്റ്. ഫോർ ദി സർക്യൂട്ട് അവിടെ DCEG, DCEG എന്ന് കേട്ടതിൽ വിഷമിക്കണ്ട. അവിടെ നമുക്ക് കളക്ടർ സർക്യൂട്ട് എന്ന് എഴുതിയാലും മതി, കളക്ടർ സർക്യൂട്ട്. DCEG നേരെ റിപ്പോർട്ട്, റൈറ്റ് സൈഡിൽ നേരെ റിപ്പോർട്ടാണ് എടുക്കുന്നത്, അതിന് കളക്ടർ സർക്യൂട്ട് എഴുതിയാലും മതി. ഫോർ ദി കളക്ടർ സർക്യൂട്ട് VCE equal to VCC minus ICRC. മനസ്സില്ല, പ്ലസ് ആകട്ടെ, പ്ലസ് ICRC ആണ്. അല്ലെങ്കിൽ പറയും അത് ക്രിച്ചഫ്സ് വോൾട്ടേജ് ലോയാണ്. ക്രിച്ചഫ്സ് വോൾട്ടേജ് ലോ VCC equal to ICRC പ്ലസ് VC എന്നുള്ള സാധനമാണ്. അത് മനസ്സിലാകത്തില്ലേ? നോക്കി സർക്യൂട്ട് നോക്കി, ഈ കാണുന്ന റൈറ്റ് സൈഡിൽ RCയിലെ വോൾട്ടേജ് ICRC ആണ്, താഴത്തെ വോൾട്ടേജ് VC ആണ്. രണ്ടും കൂട്ടിയാൽ സപ്ലൈ വോൾട്ടേജ് VCC കിട്ടും. അതാണ് ക്രിച്ചഫ്സ് സെക്കൻഡ് ലോ. അതാണ് എഴുതിയിരിക്കുന്നത്, ഈ കാണുന്നത്. ആ VCC ICRC പ്ലസ് VCE, അതിൽ നിന്ന് VCE കാണുമ്പോൾ
വി സി കാണുമ്പോൾ നമുക്ക് വി സി സി മൈനസ് ആ ഐ സി ആർ സി റൈറ്റ് സൈഡ് നിന്ന് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോയതാണ്. വി സി സി മൈനസ് ഐ സി ആർ സി ഇതൊരു പ്രധാനപ്പെട്ട ഇക്വേഷനാണ്. ഇക്വേഷൻ നമ്പർ 1 ഫോർ സർക്യൂട്ട് എ ബി ഇ ജി, അത് ബേസ് സർക്യൂട്ട് ആകട്ടെ, ബേസ് സർക്യൂട്ട്. അവിടെ കിർച്ചോഫിൽ അപ്ലൈ ചെയ്യുമ്പോൾ വി സി സി ഈക്വൽ ഐ ബി ആർ ബി പ്ലസ് വി ബി. അതൊന്ന് കാണിച്ചു തരാം. ഒരു ബാറ്ററി മുകളിലുണ്ടല്ലോ, അത് നമ്മൾ ബാറ്ററിയിൽ നിന്ന് ആ പ്ലസിൽ നിന്ന് നെഗറ്റീവിലേക്ക് ബാറ്ററി ഉണ്ട്, അത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വിചാരിക്കാമല്ലോ. അത് കാരണം ആ പിന്നെ ബാറ്ററിയിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് കണക്ഷൻ വരുമ്പോൾ ബി സി സി വരുമ്പോൾ അത് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കിർച്ചോഫിൽ അപ്ലൈ ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ ആർ ബിയിലെ കറണ്ട് ഐ ബി ആണ്. അപ്പോൾ ഐ ബി ആർ ബി വോൾട്ടേജ്, ആ വോൾട്ടേജ് പിന്നെ വി ബി ബേസ് എമിറ്റർ വോൾട്ടേജ്, ബേസ് എമിറ്റർ വോൾട്ടേജും കൂട്ടിയാൽ ഈ സപ്ലൈ കിട്ടും. ബി സി സിയെ 2 തരത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. റൈറ്റ് സൈഡ് ഡിവൈഡ് ചെയ്യാം, ലെഫ്റ്റ് സൈഡിൽ ഡിവൈഡ് ചെയ്ത് വിചാരിക്കാം. ലെഫ്റ്റ് സൈഡ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഐ ബി ആർ ബി പ്ലസ് ബി ബി, അതാണ് ബി സി സി എന്ന് പറയുന്നത്. ആ ഇക്വേഷൻ എഴുതുന്നത് വി സി സി ഈക്വൽ ടു ഐ ബി ആർ ബി പ്ലസ് വി ബി ഇ. അതിൽ നിന്ന് ഐ ബി കാണുമ്പോൾ വി സി സി മൈനസ് വി ബി ഇ ബൈ ആർ ബി എന്ന് കിട്ടും. ഐ ബി ആർ ബി ഇട്ടിട്ട് വി ബി ലെഫ്റ്റിൽ കൊണ്ടുപോകണം, പിന്നെ ആർ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യണം, നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഐ സി കാണണം. ഐ സി ഈക്വൽ ടു ബീറ്റ ഐ ബി, ദാറ്റ് ഈസ് ഐ സി ഈക്വൽ ബീറ്റ ഇൻറ്റു ഐ ബിയുടെ വാല്യൂ ഇടുകയാണ്, വി സി സി മൈനസ് വി ബി ഇ ബൈ ആർ ബി. ഇക്വേഷൻ നമ്പർ 2. അപ്പം അങ്ങനെ 1 ഉം 2 ഇക്വേഷൻ കിട്ടി. ഈ ഐ സിയുടെ വാല്യൂ നമ്മൾ ഇക്വേഷൻ 1 കൊടുക്കുമ്പോൾ വി സി കിട്ടും. അതാണ് ഓപ്പറേറ്റിംഗ് പോയിന്റിലെ വി സി ഇ. ഈ കിട്ടിയ ഐ സിയുടെ വാല്യൂ ഇക്വേഷൻ 1 കൊടുക്കുമ്പോൾ നമുക്ക് വി സി കിട്ടും. അതാണ് ഓപ്പറേറ്റിംഗ് പോയിന്റിലെ വി സി. ഇതാണ് ഓപ്പറേറ്റിംഗ് പോയിന്റിലെ ഐ സി. Thus IC is obtained. This value is put in equation 1 and VC is calculated. Thus operating point Q is equal to Q VC IC is determined. അപ്പോൾ അതാണ് മെത്തേഡ്. അപ്പോൾ അതിൻ്റെ ഒരു എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ഇങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാം. Discussed with a diagram the base resistor method of transistor biasing. Find its operating point. Operating point VC IC. അതാണ്. അപ്പോൾ നമ്മൾ ഡയഗ്രാം വരയ്ക്കണം, ആ 2-3 സെൻറ്റൻസുകൾ എഴുതണം, എന്നിട്ട് ആ ഡെറിവേഷൻ റൈറ്റ് സൈഡിൽ കിർച്ചോഫ് സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യണം, ലെഫ്റ്റ് സൈഡിലും കിർച്ചോഫ് സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യണം. ബാറ്ററി വോൾട്ടേജ് വി സി സി ആണ് 2 സൈഡിലും ഡിവൈഡ് ചെയ്യുന്നത്. ഇനി അത് വെച്ചുള്ള പ്രോബ്ലമാണ്, വളരെ സിമ്പിൾ പ്രോബ്ലമാണ്. Figure shows a silicon transistor with beta is 100. It is biased by base resistor method of biasing. Determine the operating point. അപ്പോൾ ഒരു ബേസ് റെസിസ്റ്റർ മെത്തേഡ് ബൈസിങ് കൊടുത്തിരിക്കുകയാണ്. ട്രാൻസിസ്റ്റർ ബീറ്റ ഉണ്ട്, നമുക്ക് ഓപ്പറേറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കാനാണ്. സർക്യൂട്ട് നോക്കും. ഇപ്പോൾ നേരത്തെ വരച്ച പടം തന്നെയാണ്. ഇവിടെ നമ്മൾ എയും ബിയും ജി എന്ന് മാർക്ക് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഉണ്ട്. ഇതേ സർക്യൂട്ടാണ് നേരത്തെയും വരച്ചത്. ആ വി സി സി 6 വോൾട്ട് റൈറ്റ് സൈഡിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം, ലെഫ്റ്റ് സൈഡിൽ ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ വി സി സി 6 വോൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആർ സി 2K ആണ്, നിങ്ങൾക്ക് വായിക്കാം. അവിടെ ഐ സി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കോമൺ എമിറ്റർ ട്രാൻസിസ്റ്ററാണ്. ആരോ കിഴിപ്പോട്ടാണ് എമിറ്ററിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റിൽ ആർ ബി വന്നിരിക്കുന്നത് 530K ആണ് കേട്ടോ. 530K 530 കിലോ ഓമാണ്, വലിയ വാല്യൂയാണ് ഇടുന്നത്. അവിടെ വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് നമ്മൾ കാണുകയാണ്. ഓപ്പറേറ്റിംഗ് പോയിന്റ് ക്യൂ ഇസ് വി സി ഐ സി കാണാനുള്ള ഫോർമുല നമ്മൾ നേരിട്ട് അങ്ങ് കൊടുക്കുകയാണ്. കാണാതെ പഠിച്ചാൽ വളരെ എളുപ്പം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ വെച്ച് ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ എഴുതി ഇങ്ങനെ ഉണ്ടാക്കേണ്ടി വരും. അത് താമസമാണ്. ഇങ്ങനെ ഇത് പഠിച്ചാൽ പെട്ടെന്ന് എഴുതാം. ഐ സി ഈക്വൽ ബീറ്റ ഇൻറ്റു വി സി സി മൈനസ് വി ബി ബൈ ആർ ബി. ബീറ്റ എത്ര 100, വി ബി ഇവിടെ സിലിക്കൺ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സിലിക്കൺ ട്രാൻസിസ്റ്റർ പറഞ്ഞുകൊണ്ട് സിലിക്കണിന് വി ബി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഈ ന്യൂ വോൾട്ടേജ് ആണ്, 0.7 വോൾട്ടാണ്, ബാറ്ററി പൊട്ടൻഷ്യലാണ് 0.7 വോൾട്ട് ഫോർ സിലിക്കൺ ട്രാൻസിസ്റ്റർ. നേരെ മറിച്ച് ജെർമേനിയം ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ വി ബി ഈക്വൽ ടു 0.3 വോൾട്ട് എടുക്കുമായിരുന്നു. ഒന്നും പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, 0.7 എടുക്കാം, അല്ലെങ്കിൽ എടുക്കാതിരിക്കാം. സിലിക്കൺ ട്രാൻസിസ്റ്ററാണ് മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഐ സി എസ് ബീറ്റ ഇൻറ്റു വി സി സി മൈനസ് വി ബി ബൈ ആർ ബി.
ദാറ്റ് ഈസ് IC beta 100 VCC സപ്ലൈ വോൾട്ടേജ് 6 മൈനസ് VBE 0.7 ബൈ 530K ആണ് കേട്ടോ. അപ്പം മുകളിൽ തന്നിരിക്കുന്ന വോൾട്ടാണ്, താഴെ വരുന്ന റെസിസ്റ്റൻസ് K ഓമിലാണ്. അപ്പോൾ ഉത്തരം മില്ലി ആമ്പിൽ കിട്ടും. 100 ഇൻറ്റു 5.3 ബൈ 530. അപ്പോൾ 530 തന്നതിൻ്റെ കാര്യം മനസ്സിലായില്ലേ? അത് വെട്ടിപ്പോകാനുള്ള സൗകര്യത്തിലൂടെയാണ് തന്നിരിക്കുന്നത്. മുകളിൽ 5.3 കിട്ടുമ്പോൾ താഴെ വെട്ടിപ്പോകുന്നുണ്ട്, അതിന് വേണ്ടിയാണ്. അപ്പോൾ കാൽക്കുലേറ്ററിൽ ഇല്ലാതെ തന്നെ ചെയ്യാം. ഇപ്പോൾ 100 ഇൻറ്റു 5.3 ബൈ 530 ദാറ്റ് ഈസ് 1 മില്ലി ആമ്പിയർ. വോൾട്ട് ബൈ കിലോ ഓം മില്ലി ആമ്പിയർ ആണെന്ന് ഓർക്കുക. വോൾട്ട് ബൈ കിലോ ഓം മില്ലി ആമ്പിയർ ആണെന്ന് ഓർക്കണം. വോൾട്ട് ബൈ ഓം ആമ്പിയർ ആണ്. വോൾട്ട് ബൈ ഓം ആമ്പിയർ ആണ്. വോൾട്ട് ബൈ കിലോ ഓം മില്ലി ആമ്പിയർ ആണ്. ഇപ്പം മില്ലി ആമ്പിയർ കിട്ടി. അപ്പോൾ IC. അപ്പോൾ VC കാണണ്ടേ? ഓപ്പറേറ്റിംഗ് പോയിന്റാണ് VCയും കാരണം. അതിന് ഫസ്റ്റ് ഇക്വേഷൻ VCE ഈക്വൽ ടു VCC മൈനസ് ICRC. VCC 6 വോൾട്ട് മൈനസ് IC 1 മില്ലി ആമ്പിയർ ആണ്. RC 2K ആണ്. അപ്പോൾ കിലോ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് വോൾട്ട് തന്നെ കിട്ടും. 6 മൈനസ് 2 4 വോൾട്ട്. therefore Q is equal to VCIC ഈക്വൽ ടു 4 വോൾട്ട് 1 mA. അങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് പോയിന്റ് പറയേണ്ടത്. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാണ്. ഇൻ ദി സർക്യൂട്ട് ബിലോ ബീറ്റ ഈസ് 100 ഫൈൻഡ് ദി ഓപ്പറേറ്റിംഗ് പോയിന്റ്. ഈ സർക്യൂട്ടിൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അവിടെ എന്താണ് വ്യത്യാസം നോക്കിയേ. VCC അവിടെ ആ മാർക്കിംഗ് കാണുന്നില്ല, അത് 9 വോൾട്ടാണ് കേട്ടോ. VCC ഈക്വൽ 9 വോൾട്ട് തിരുത്തിക്കോളെ. നമ്മൾ 9 വോൾട്ട് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. VCC അവിടെ 9 വോൾട്ടാണ്. അപ്പോൾ VCC ഈക്വൽ 9 വോൾട്ട് എന്ന് എഴുതണേ ആ പടത്തിൽ. പിന്നെ RB വായിക്കൽ 600K ആണ്, 600K ആണ്. പിന്നെ RC 1K ആണ്. RC 1K ആയിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ. അത്രയേ ഉള്ളൂ. ബീറ്റ 100 ക്വസ്റ്റിനകത്തുണ്ടല്ലോ. അപ്പോൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് നമ്മൾ കാണുകയാണ്. ഓപ്പറേറ്റിംഗ് പോയിന്റ് Q is VCIC. IC കാണാൻ ഫോർമുല വീണ്ടും നമ്മൾ പഴയ പോലെ റിപ്പീറ്റ് ചെയ്തു. ദാറ്റ് ഈസ് ബീറ്റ ഇൻറ്റു VCC മൈനസ് VBE ബൈ RB ഈക്വൽ 100 ഇൻറ്റു 9. ഞാൻ പറഞ്ഞില്ലേ VCC 9 എഴുതാൻ പറഞ്ഞില്ലേ, അതാണ് 9 മൈനസ്. ഇവിടെ ഏത് ട്രാൻസിസ്റ്ററാണ് എന്ന് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് 0 എടുത്താലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ സാധാരണ ട്രാൻസിസ്റ്റർ സിലിക്കൺ ആയതുകൊണ്ട് നമുക്കവിടെ 0.7 എന്ന് കൊടുക്കാം. അത് നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ്. അത് സൈഡിൽ കാണിക്കണമെന്നില്ല. സിലിക്കൺ ട്രാൻസിസ്റ്റർ ആണെന്ന് വിചാരിച്ച് അങ്ങനെ പറയണമെന്നില്ല. ആ 0.7 എടുത്താൽ മതി. ഇനി 0.7 എടുക്കാതെ 0 എന്ന് എടുത്താലും ഈ പ്രോബ്ലത്തിൽ മാർക്ക് കിട്ടും. കാരണം ക്വസ്റ്റിനകത്ത് സിലിക്കൺ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ 0.7 വെച്ച് ഇതിനെ കറക്റ്റായിട്ട് ചെയ്തോളൂ. അപ്പോൾ 0.7 ബൈ 600. അപ്പോൾ 100 8.3 ബൈ 600 ഇവിടെ വെട്ടിപ്പോകുന്നില്ല. അപ്പോൾ 1.38 mA എന്ന് കിട്ടും. ഇനി നമുക്ക് കളക്ടർ എമിറ്റർ വോൾട്ടേജ് കാരണം VCE ഈക്വൽ ടു VCC മൈനസ് ICRC ഈക്വൽ ടു 9 മൈനസ് 1.382. RC 1K ആണ്. അപ്പോൾ കുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9 മൈനസ് 1.38 ഈസ് ഈക്വൽ ടു 7.62 വോൾട്ട്. സോ ഓപ്പറേറ്റിംഗ് പോയിന്റ് Q ഈസ് ഈക്വൽ ടു VCIC ഈക്വൽ ടു 7.62 വോൾട്ട് 1.38 mA. ഇങ്ങനെ ബ്രാക്കറ്റ് എഴുതണം. ദാറ്റ്സ് ഓപ്പറേറ്റിംഗ് പോയിന്റ്. അപ്പം അങ്ങനെ 3 ബയസ് ഇങ്ങനെ നമുക്ക് പഠിക്കാനുണ്ട്. ഒരു ബയസിങ് കഴിഞ്ഞു. നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. There are 3 important types of biasing. The first one is over. 2 problems we have done. The second biasing we continue in the next class. This is the 43rd lecture. Thank you.